ജീവിതത്തിൽ പരീക്ഷകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പരീക്ഷ ഒരു പ്രധാന ഘടകമാണെന്ന് പറയാം. പരീക്ഷേനെയൊക്കെ ആശ്രയിച്ചായിരിക്കും നമ്മൾ പല കാര്യങ്ങളും സെലക്ട് ചെയ്യുക, നമുക്ക് ജോലിയൊക്കെ കിട്ടുക, അങ്ങനെയൊക്കെ പറയാം. എന്നാൽ പരീക്ഷ വരുമ്പോൾ തന്നെ ഭയങ്കര സമ്മർദ്ദമായിരിക്കും എല്ലാവർക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് ധൈര്യം തരുന്ന കുറച്ച് വചനങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയാണ്ട് വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41-ാം അധ്യായം 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4-ാം അധ്യായം 13-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 41-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ജ്ഞാനം 7-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. പരീക്ഷകൾ ഇപ്പോൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ക്ലാസ് ടെസ്റ്റ്, ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, പിന്നെ ഡിഗ്രി PG കുട്ടികൾക്കാണെങ്കിൽ സെമസ്റ്റർ എക്സാം, PSC, UPSC, ബാങ്ക് ടെസ്റ്റ്, പിന്നെ ഓരോരോ പരീക്ഷകൾ പറഞ്ഞാൽ അവസാനമില്ലാത്ത പരീക്ഷകളുണ്ട്. പക്ഷേ ഈ പരീക്ഷകൾക്കൊക്കെയുള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്ത്? അത് എഴുതുന്നവരനുഭവിക്കുന്ന ടെൻഷൻ. എന്തോരം ടെൻഷനും എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകാമെന്ന് ആ ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരിക്കും. ഈ സമയത്തൊക്കെ മനസാന്നിധ്യം കൈവിടാതെ പരീക്ഷയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മോശമില്ലാത്തൊരു വിജയം കൈവരിക്കാൻ പറ്റൂ. അപ്പം നല്ല രീതിയിൽ നമ്മൾ പരീക്ഷയിൽ ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കണം. എല്ലാ സിലബസൊക്കെ കവർ ചെയ്ത്, പിന്നെ ആ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതെ പരീക്ഷയിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പോൾ ചിലവരൊക്കെ ആണെങ്കിൽ മുഴുവൻ പഠിച്ചിട്ടുണ്ടാവില്ല, ചില കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കും. എല്ലാവർക്കും ഇപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടാവും, ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചോദിക്കണേ ഈശോയെ, ഞാൻ പഠിച്ച ഒന്നെങ്കിലും വന്നാൽ മതിയായിരുന്നേ എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പാതി മാത്രമല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഒരു ദൈവാനുഗ്രഹവും വേണം. താൻ പാതി ദൈവം പാതി എന്ന് പറയും പോലെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യണം, പിന്നെ നമുക്ക് ദൈവാനുഗ്രഹവും വേണം. പരീക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും ആളുകൾക്ക് പേടിയായിരിക്കും. എന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ട്, പരീക്ഷയാണ്, എന്ത് കാര്യമായിക്കോട്ടെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളത് അഭിമുഖീകരിച്ചേ പറ്റൂ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്താ? മനസ്സ് ശാന്തമാക്കുക, സമാധാനമായിരിക്കുക. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക. പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഓർഡറായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്ത് നോക്കുക. ചില സമയങ്ങളിലൊക്കെ നമ്മൾക്ക് എന്താ തോന്നുക, ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, ഇട്ടിട്ട് പോകാൻ തോന്നുന്ന സാഹചര്യം വരെ ഉണ്ടാവും. എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ആയിക്കോളണമെന്നൊന്നുമില്ലല്ലോ. അപ്പം മനസ്സ് പതറിപ്പോകുമ്പോൾ എന്താക്കുക? ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ എല്ലാ കാര്യവും നല്ല രീതിയിൽ നടക്കുള്ളൂ. നമ്മളെ ഈശോൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക. ഇപ്പം ഈ വചനങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു നോക്കുക. അപ്പം നമുക്ക് താനെ ശക്തി ലഭിക്കും, ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് അസാധ്യമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചില പരീക്ഷയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്താവും? തോറ്റുപോകും. നമ്മൾ ചിലത് നല്ലോണം എഴുതിയതിൽ തോറ്റുപോകും, ചിലത് പഠിക്കാനൊന്നും പറ്റാതെ തോറ്റുപോകും. അന്നേരവും പതറിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല.
എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിലൊരു നല്ല കാര്യം ഉണ്ടാവും. ഈശോയെ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അപ്പം നമ്മളിപ്പോൾ തോറ്റു പോയി എന്ന് വെച്ചോ, നമ്മൾ അടുത്തതിനേക്ക് എന്താക്കുക, ട്രൈ ചെയ്യുക. അപ്പം തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ റെഡിയാവുക. പതറിപ്പോവാതിരിക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാനൊരു PG സ്റ്റുഡൻ്റാണ്, സെക്കൻഡ് ഇയറിലാണ്. ഡിസംബർ മാസം 2024 ഡിസംബറിൽ എനിക്ക് 3rd സെമ്മിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. പരീക്ഷേൻ്റെ ഡേറ്റ് വന്നതാവട്ടെ നവംബറിലും. ഒരു മാസം കൊണ്ട് എക്സാമും തുടങ്ങും. 5 സബ്ജക്റ്റ് ഉണ്ട്, 5ൽ 3 പ്രോബ്ലം പേപ്പറും ആയിരുന്നു. ഒരു മാസം കൊണ്ട് 5 സബ്ജക്റ്റ് കവർ ചെയ്യണം. എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇൻ കേസ് ഞാൻ എങ്ങാനും തോറ്റുപോയാൽ എന്താവും, എൻ്റെ ഒരു വർഷം നഷ്ടമാവും. അപ്പോൾ ഞാനും കുറേ പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ ഞാൻ എന്താക്കി, ബൈബിൾ വചനങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. എനിക്ക് ടെൻഷൻ, കുറേ പ്രോബ്ലം പേപ്പർ എനിക്ക് എപ്പോഴും പേടി സ്വപ്നം തന്നെ. അപ്പം ഞാൻ എന്താക്കും, ടെൻഷനൊക്കെ വരുമ്പോൾ വചനം അപ്പം എടുത്ത് വായിക്കും. പിന്നെ ഈ പേടിയുള്ള സബ്ജക്റ്റിൻ്റെ നോട്ടിൻ്റെ മുമ്പിൽ വചനങ്ങൾ ഇങ്ങനെ ലൈനായിട്ട് എഴുതി വെച്ചു. എന്നിട്ട് എപ്പോഴൊക്കെ എനിക്ക് ആ ഒരു പേപ്പറിനെ വിചാരിച്ച് പേടി വരുന്നോ, ആ ഒരു വിഷയത്തിനെ വിചാരിച്ച് പേടി വരുന്നോ, അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഈ വചനങ്ങൾ ഞാൻ പറയും. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മുടെ ഈ കൂൾ ഓഫ് ടൈം ഉണ്ടാവില്ല, അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു കുരിശ് വരയ്ക്കും. മാക്സിമം ദൈവത്തിനെ വിളിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ ദൈവത്തിനെ വിളിക്കും. എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ ഇതുവരെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരീക്ഷേനെക്കുറിച്ച് ആരും പേടിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനൊക്കെ വന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, വചനങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക, വായിക്കുക. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഏത് വിഷയമാണോ ബുദ്ധിമുട്ട് അതിൻ്റെ മുമ്പിലൊക്കെ എഴുതി വെക്കുക. എപ്പോഴും ദൈവവചനം കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ആശ്വാസം തന്നെ ആയിരിക്കും. ഈശോയുടെ കരങ്ങളിലെല്ലാം സമർപ്പിക്കുക. ഈശോയെ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം.